ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2021 ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ മർഡർ ഓൺ മേപ്പിൾ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വൺ ലൈൻ ഞാൻ പറയുന്നില്ല, കാരണമുണ്ട്, അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, സ്റ്റോറി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളും ഈ സ്റ്റോറിയിലെ ഓരോ കഥാപാത്രങ്ങളായിട്ട് മാറി ഈ കഥയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിലെ ട്വിസ്റ്റ് എന്താണ്, ക്ലൈമാക്സ് എങ്ങനെയാണ് എന്നെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും മറക്കാതെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് ഏതായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിൽ ഒരു വലിയ വീട് കാണിക്കുന്നു. ആ വീടിന് മുന്നിലേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നുണ്ട്. കാറിൽ നിന്നും ഒരു ലേഡി ആ വീടിനുള്ളിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ അകത്തേക്ക് നടന്ന് കയറുന്നതും ഇപ്പൊ അവരുടെ പിറകെ ആരും അവരെ ഫോളോ ചെയ്യുന്നത് പോലെ എന്തായാലും പിറകിൽ ആരും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവരവിടെ നിന്ന് ഓടിപ്പോകുന്നതും അവരുടെ പിറകെ വന്ന ഒരാള് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവര് പെട്ടെന്ന് ഓടിയിട്ട് താഴെ വന്ന് വീഴുന്നതും അവിടെ വന്ന ഒരാള് ആ ലേഡിയുടെ കാലിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഒരു വെടിയച്ച മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ അതോടെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ടെസ്. ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ കണ്ണ് കെട്ടിയിട്ട് അവളെ കാറിൽ കൊണ്ടുപോവാണ്. ആരാന്ന് വെച്ചാൽ ഹീറോയിന്റെ സഹോദരി. അങ്ങനെ ഒരിടത്തേക്ക് കാർ കൊണ്ട് നിർത്തിയിട്ട് ഹീറോയിനെ വെളിയിലേക്ക് കൊണ്ടുവന്ന് സർപ്രൈസ് എന്നും പറഞ്ഞ് കുറച്ച് മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവളുടെ ഭർത്താവിന്റെ ശബ്ദം കേൾക്കുന്നു. കണ്ണിന്റെ കെട്ടഴിച്ച് നോക്കുന്നത് ഹീറോയിൻ അത്രയും സർപ്രൈസ് ആയി. എന്താന്ന് വെച്ചാൽ ഹീറോയിന്റെ ഭർത്താവ് ഈ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെളിരാജ്യങ്ങളിലൊക്കെ പോവും. അങ്ങനെ ഇപ്പോൾ പോയിട്ട് വന്നതുകൊണ്ടാണ് അവനെ കാണുമ്പോൾ ആ ഒരു സന്തോഷമുള്ളത്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം. ഹീറോയിൻ ഈ ഒരു സർപ്രൈസ് മാത്രമല്ലുള്ളത്, മറ്റൊരു സർപ്രൈസും കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാല് അവളുടെ ഭർത്താവ് അവൾക്ക് വേണ്ടി ഒരു പുതിയ വീട് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ കാണുന്ന നമുക്ക് അവരൊരു സർപ്രൈസ് ആയിരുന്നുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു സ്ത്രീയെ വലിച്ചെടുത്തോണ്ട് പോയിട്ട് കൊന്നല്ലോ, അതേ വീടാണ് അവനിപ്പോ വാങ്ങിയിട്ടുള്ളത്. ആ വീട് വാങ്ങാനായിട്ട് പറഞ്ഞതോ ഹീറോയിന്റെ സഹോദരിയും. അതേസമയം നമുക്ക് മറ്റൊരു ടെസ്റ്റും കൂടി തരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഒരു ലേഡിയെ മാത്രം കൊന്നായിട്ടാണല്ലോ നമ്മൾ കണ്ടത്. പക്ഷെ അങ്ങനെയല്ല, ആ വീട്ടില് അവരുടെ ഭർത്താവിനെ കൊന്നിട്ടുണ്ട്. പക്ഷെ പോലീസ് ഇതുവരെയും ആ ഒരു കേസ് അവര് സൂയിസൈഡ് ചെയ്തതാണോ ഇനി അവരെ ആരെങ്കിലും കൊന്നതാണോ എന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ രണ്ടുപേരും ഈ വീട്ടിൽ മരിച്ചതുകൊണ്ട് കോടിക്കണക്കിന് വില വരുന്ന ആ വീടാണ്. അതുകൊണ്ട് വേറെ ആരും ഈ വീട് വാങ്ങിയിട്ടില്ല. ഹീറോയിന്റെ സഹോദരിയാണെങ്കിലോ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. അതുകൊണ്ടാണ് അവള് ഈ വീട് തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് വാങ്ങിയതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും ഇവർ ആ വീട് വാങ്ങിയ സന്തോഷത്തില് രാത്രിയില് ഡാൻസ് എല്ലാം കളിക്കുന്നു, ആഹാരം എല്ലാം കഴിക്കുന്നു. ഇങ്ങനെ നല്ല രീതിയിൽ സന്തോഷിക്കുമ്പോൾ വെളിയിൽ നിന്നും മാറി ഒരാള് ഇവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോയിന്റെ ഭർത്താവ് വീണ്ടും ജോലിക്കായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയേക്കാണ്. ഇപ്പോൾ ഹീറോയും മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ അവള് വീടിന് വെളിയിൽ നിൽക്കുമ്പോൾ റോഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരാള് നായനെ പിടിച്ച് ഹീറോയിനെ തന്നെ വല്ലാത്ത രീതിയിൽ നോക്കി നിൽക്കുന്നു. ഹീറോയിൻ കുറച്ചു നേരം അയാളെ നോക്കിയിട്ട് അയാളെ കൈ കാണിക്കുന്നുണ്ട്. പക്ഷെ അയാള് തിരിച്ച് കൈ കാണിക്കാതെ ആ നായനെ കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അപ്പൊ ആ ഒരു നായനെ കൂട്ടി പോയ ആ ഒരാളുടെ പേര് സ്റ്റീവൻ എന്നാണ്. അയാൾ ഒരു എക്സ് മിലിറ്ററി ആണ്. ഇപ്പോ ഹീറോയിന്റെ വീട്ടിലെ അയൽക്കാരിയായിട്ടുള്ള ഒരു ലേഡി ഹീറോയിന് കഴിക്കാനായിട്ട് ഈ കേക്ക് ഉണ്ടായിക്കൊണ്ട് വരുന്നു. അപ്പൊ അവരുടെ പേര് ഷെൽബി എന്നാണ്. അങ്ങനെ കേക്ക് എല്ലാം കഴിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിന് ഈ തെരുവിലുള്ള ഓരോ വീടുകളായിട്ട് കാണിച്ചു കൊടുത്ത് അതിൽ ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഹീറോയിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് അവരവിടെ നിന്ന് പോകുന്നതും ആ സ്റ്റീവൻ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ, അയാൾ ഇതെല്ലാം നോക്കി നിൽക്കാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ അവളുടെ പുതിയ വീട്ടിലേക്ക് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതുമല്ല ഇതിനിടയിൽ തന്നെ അവള് ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരാള് ഹീറോയിനെ കാണാനായിട്ട് വരുന്നു. ഹീറോയിന്റെ വീടിന്റെ എതിർവശത്താണ് അയാൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഡേവിഡ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് കഴിഞ്ഞു പോകുന്നതും ഇപ്പൊ ഈ അയൽക്കാരിലെ സ്റ്റീവൻ ഉണ്ടല്ലോ, അയാൾ മാത്രമാണ് ഒരു വല്ലാത്ത രീതിയിൽ തുറിച്ച് ഹീറോയിനെ നോക്കുന്നത്. ഷെൽബിയും ഡേവിഡും ആണെങ്കിലോ നല്ലതുപോലെ അവളോട് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർ നല്ല സുഹൃത്തുക്കളാവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഹീറോയിന്റെ സഹോദരി അവളെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ ഹീറോയിൻ സഹോദരിയോട് പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് എനിക്ക് നല്ല മടിയാവുന്നുണ്ട്. അതുകൊണ്ട് നീ കുറച്ച് ദിവസം എന്നോട് ഒന്ന് താമസിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരി പറയും, ഞാനൊന്ന് നാട്ടിലേക്ക് പോവാണ്, പോയിട്ട് വന്നിട്ട് നിന്നോടൊപ്പം ഞാൻ താമസിക്കാന്ന് പറഞ്ഞ് ആ സഹോദരി ഹീറോയിനോട് സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ രാത്രിയാവുമ്പോൾ ഹീറോയിൻ ഇപ്പൊ കിച്ചണിൽ നിൽക്കാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ കിച്ചൺ ഭാഗത്തെ ആ വാതില് തുറന്നു കിടക്കുന്നു. ഹീറോയിൻ അടുത്തേക്ക് വന്ന് നോക്കിയിട്ട് ഇത് താൻ എന്തായാലും തുറന്നിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് തുറന്നേന്ന് ആലോചിച്ചിട്ട് കുറച്ചു നേരം അവിടെ നിന്ന് നോക്കി പിന്നീട് കതക് അടച്ചിട്ട് അകത്തേക്ക് പോവാണ്. അപ്പൊ ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് ഫ്രഷ് ആവുന്ന സമയത്താണ് വെളിയിൽ ആരും ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഇനിയിപ്പോ തനിക്ക് തോന്നിയതായിരിക്കോ എന്ന് വിചാരിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്ന് കിടക്കുമ്പോഴത്തേക്കും ഹാളിൽ ആരും ഉള്ളതുപോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഇപ്പോൾ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ താമസിക്കുന്നത് തന്നെ അവൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനിടയിൽ ഈ വീടിനകത്ത് ആരും ഉണ്ടെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി ദേഷ്യം കൂടുന്നതല്ലാതെ അവൾക്ക് വേറെ ഒന്നും തോന്നില്ല.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഹീറോയിന്റെ ഭർത്താവ് ഈ വീട്ടിലുള്ളതുപോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ അവളോട് പറയുന്നുണ്ട്, എനിക്ക് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല എന്നുള്ള ആ ഒരു വിഷമം അവൾ അവനോട് പറയുന്നു. അത് കഴിഞ്ഞ അടുത്ത സീനിൽ ഇപ്പോൾ കാറിൽ നിന്നും ഈ ഗാർഡന് വേണ്ടിയിട്ട് ഇറക്കാനുള്ള കുറച്ച് ചാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ കാറിൽ നിന്ന് ഇറക്കുമ്പോൾ അയൽക്കാരനായിട്ടുള്ള ഡേവിഡ് വന്നിട്ട് അവളെ സഹായിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഹീറോയിൻ ഡേവിഡിനോട് പറഞ്ഞിരുന്നു അവളുടെ ഭർത്താവ് വരുമ്പോഴത്തേക്കും ഡിന്നറിന് നിങ്ങളെ ക്ഷണിക്കാന്ന്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്റെ ഭർത്താവ് വീട്ടിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും ഡിന്നർ കഴിക്കാനായിട്ട് വരണമെന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കുന്നു. അങ്ങനെ ഓക്കെ പറഞ്ഞു പോയ ഡേവിഡ് രാത്രിയാകുമ്പോഴത്തേക്കും ഒറ്റയ്ക്കാണ് വരുന്നത്. എന്നിട്ട് ഇപ്പോൾ അകത്തേക്ക് വന്ന് 3 പേര് ആഹാരം കഴിക്കുന്നു. അപ്പോൾ ഡേവിഡ് പറയും തന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, അതുകൊണ്ട് ജോലിയിൽ നിന്ന് ഇപ്പോൾ റിട്ടയർ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. അതുപോലെ ഡേവിഡിന് വേറെ കുറച്ച് ആളുകളെ അറിയാം. ഇപ്പോൾ നമ്മുടെ ഹീറോയിന് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ശുപാർശ ചെയ്യാം എന്ന് ഡേവിഡ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ഹീറോയിനും അവളുടെ ഭർത്താവിനും നല്ല സന്തോഷമാവും. അപ്പോൾ ഹീറോയിൻ പറയും അടുത്ത തവണ ഡിന്നറിന് വരുമ്പോഴത്തേക്ക് എന്തായാലും ഭാര്യയെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഡേവിഡ് അപ്പോഴാണ് ഒരു കാര്യം പറയുന്നത്, 2 വർഷങ്ങൾക്ക് മുന്നേ അവന്റെ ഭാര്യ ക്യാൻസർ വന്ന് മരണപ്പെട്ടു എന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് കേട്ട നമ്മുടെ ഹീറോയിന് കുറച്ച് വിഷമമായിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഷെൽവി ഉണ്ടല്ലോ അവരോട് സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഡേവിഡ് അവിടേക്ക് വന്നിട്ട് ഹീറോയിനോട് ഒരു സഹായം ചോദിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ വേറെ എന്തോ ഒരു ആവശ്യമായിട്ട് വെളിയിലേക്ക് പോവാണ്. അപ്പോൾ പ്ലംബറിനോട് വരാൻ പറഞ്ഞു. ആ പ്ലംബർ വരുമ്പോഴത്തേക്കും വീടൊന്ന് തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കീ, അതേപോലെ തന്നെ പാസ്വേഡ്, ഈ കാര്യങ്ങളെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡേവിഡ് അവിടെ നിന്ന് പോകുന്നതും ഷെൽബി ഉണ്ടല്ലോ അവർക്ക് ഡേവിഡിന്റെ മേലൊരു കണ്ണുണ്ട്. ഇപ്പോൾ ഹീറോയിനോട് ഡേവിഡ് വന്ന് സഹായം ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് എന്തോ ചെറിയൊരു അസൂയ ഹീറോയിനോട് തോന്നുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ വീട്ടിലെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഡേവിഡിന്റെ വീടിനടുത്തേക്ക് സ്റ്റീവൻ ഉണ്ടല്ലോ അയാൾ നടന്നു പോകുന്നു. ഇയാൾ എന്തിനാ അവന്റെ വീടിന്റെ അടുത്തേക്ക് പോകുന്നേ എന്ന് വിചാരിച്ച് ഹീറോയിൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അയാള് ആ ഒരു ജനാലയുടെ അടുത്തേക്കാണ് നടന്നു പോകുന്നത്. ഇതെന്താണെന്നറിയാൻ വേണ്ടി ബൈനോക്കുലറും എടുത്ത് ഹീറോയിൻ അവളുടെ ജനാല വഴി നോക്കുമ്പോഴത്തേക്കും സ്റ്റീവനെ അവിടെ എവിടെയും കാണുന്നില്ല. അപ്പോൾ തന്നെ അതിനകത്തേക്ക് ഷെൽവി വരുന്നു. അപ്പോൾ ഷെൽവിയെ കാണുന്നത് ഹീറോയിൻ സ്റ്റീവനെ പറ്റിയുള്ള ആ ഒരു കാര്യം ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ഷെൽവി പറയും, ഏയ് അയാളെ വലിയ കാര്യമൊക്കെ കണ്ട, അയാൾ എപ്പോഴും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, അത് നീ വലിയ കാര്യമൊക്കെ കണ്ട എന്ന് പറഞ്ഞിട്ട് ഹീറോയിന് ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ആ ഒരു പ്ലംബർ വരുന്ന സമയത്ത് തന്നെ ഹീറോയിൻ ഡേവിഡിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഡോറെല്ലാം തുറന്നു കൊടുത്ത് പ്ലംബർ തന്റെ ജോലിയെല്ലാം ചെയ്തിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ഹീറോയിൻ പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഡേവിഡിന്റെ വീട്ടിലെ ആ ഒരു ബേസ്മെന്റിൽ നിന്നും ഒരു ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു ബേസ്മെന്റിന്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ അത് തുറക്കാൻ കഴിയുന്നില്ല, കാരണം അത് പൂട്ടിയേക്കാണ്. അങ്ങനെ ഡേവിഡിന്റെ വീടും പൂട്ടിയിട്ട് ഹീറോയിൻ വെളിയിലേക്ക് വരുമ്പോൾ സ്റ്റീവൻ ഉണ്ടല്ലോ ആ ഒരു മിലിറ്ററി അയാള് ഹീറോയിന്റെ വീടിന്റെ അടുത്ത് കിടന്ന് ചുറ്റാണ്. ഇപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാൻ എന്റെ നായ അന്വേഷിച്ചു വന്നാണ് എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നതും ഹീറോയിന് മനസ്സിലാവുന്നില്ല ഇങ്ങനെ എന്താണ് ഈ കാണിക്കുന്നതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ എന്നത്തെയും പോലെ തന്നെ ഹീറോയിൻ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ഹാളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ ഹാളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആഹാ ഒരു തടിയനായിട്ടുള്ള ഒരാള് അയാൾ വന്നിട്ട് ഹീറോയിനെ അറ്റാക്ക് ചെയ്യുന്നു. ഹീറോയിന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഫോൺ എടുത്ത് 911 വിളിക്കുമ്പോഴത്തേക്കും അയാൾ ആ ഒരു ഫോൺ അങ്ങ് തട്ടിക്കളയും. ഇപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ പെട്ടെന്ന് താഴെ വന്ന് വീഴും. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഡേവിഡ് അന്ന് വീട്ടിലേക്ക് വന്നിരുന്നു. കറക്റ്റ് സമയത്ത് ഹീറോയിന്റെ വീടിനകത്തേക്ക് വന്നിട്ട് ഈ തടിയനായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷേ തടിയനാണെങ്കിലോ ആ വന്ന ആള് ഡേവിഡിനെ നല്ലതുപോലെ തന്നെ ഇടിച്ച് രക്തം വരുന്ന രീതിയിൽ ഇടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ വിളിക്കുമ്പോഴത്തേക്കും നേഴ്സും കാര്യങ്ങളെല്ലാം വന്ന് ഡേവിഡിന്റെ തല പരിശോധിക്കുന്നു. നല്ലതുപോലെ മുറിവ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ മുറിവ് മാറുന്നത് വരെ ഒരാൾ ഡേവിഡിനോടൊപ്പം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, കുഴപ്പമില്ല അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അപ്പോൾ ഇവിടേക്ക് വന്നവൻ ആരാണ്, എന്തിനാ വീട്ടിലേക്ക് വന്നത്, ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ പോലീസ് പറയും ഞങ്ങൾ എന്തായാലും ഇത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ രാത്രി മുഴുവനായിട്ട് ഹീറോയിൻ ഡേവിഡിനോടൊപ്പം തന്നെയുണ്ട് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്കാണ് അവൻ ഉറക്കത്തിൽ അവന്റെ വൈഫിന്റെ പേര് പറയുന്നു. അപ്പോഴേക്കും ഹീറോയിൻ ഡേവിഡിനെ എഴുന്നേൽപ്പിക്കും. എന്നിട്ടാണ് ഡേവിഡ് പറയുന്നത്, നീ കുറെ കാര്യങ്ങളിൽ എന്റെ ഭാര്യയെ പോലെ തന്നെയുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, ഓക്കെ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് അപകടം സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും, ഇന്നലെ രാത്രി നിങ്ങളുടെ വീട്ടിലെ ആ ടോർച്ചിന്റെ വെളിച്ചം കണ്ടു, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അടുത്തേക്ക് വന്നത്. അപ്പോൾ പുറകിലത്തെ ഡോർ തുറന്നു കിടക്കുമായിരുന്നു, അതുകൊണ്ടാണ് അകത്തേക്ക് കയറി വന്നത്. അതുപോലെ നീ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ സ്റ്റീവൻ ഉണ്ടല്ലോ അയാളെയാണ്. അയാളുടെ അടുത്ത് അത്ര അടുക്കാനായിട്ട് പോകണ്ട, കാരണം നീ ഈ വീട്ടിൽ തനിച്ചാണെന്നുള്ള കാര്യം ഈ ഏരിയയിലുള്ള കുറച്ചു പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നത് ഹീറോയിൻ ഓക്കെ പറഞ്ഞ് ഇപ്പോൾ ഡേവിഡിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സ്റ്റീവൻ ഉണ്ടല്ലോ അയാളിപ്പോൾ റോഡിൽ നിന്നിട്ട് ഹീറോയിനോട് ചോദിക്കും, ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീ മറ്റൊരാളുടെ വീട്ടിൽ നിന്നും, അത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പുരുഷന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാവൂ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അതിനുള്ള കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ അത് കേൾക്കത്തില്ല. അയാളിപ്പോൾ പറയും, ഇതിന് മുന്നേ ഈ വീട്ടിൽ താമസിച്ചിരുന്ന സ്ത്രീയും
ഇതേ തെറ്റ് തന്നെയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഹീറോയിൻ ദേഷ്യപ്പെട്ട് നേരെ വീടിനകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ ഹീറോയിനെ സംഭവിച്ച ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവളുടെ ഭർത്താവ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, എനിക്ക് ഇതുപോലെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഇവർ ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ളൊരു കുടുംബമാണ്, അതുകൊണ്ട് ഈ വീട് വിട്ടു പോകണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിന്റെ സഹോദരി ഈ വീട്ടിലേക്ക് വിളിക്കാം, അവളോട് നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ തന്റെ സഹോദരി ഉള്ളതുകൊണ്ട് ഹീറോയിൻ ഈ വീട്ടിൽ നിൽക്കാനായിട്ട് സമ്മതിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ആവുന്നതും അവളുടെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ സ്റ്റീവൻ ഉണ്ടല്ലോ, അയാൾ പറഞ്ഞ കാര്യം ഹീറോയിൻ ഒന്ന് ആലോചിച്ച് നോക്കാണ്. എന്നിട്ട് ഇതിന് മുന്നേ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആ ഒരു സ്ത്രീ അവരെങ്ങനെയാണ് മരിച്ചത് എന്നറിയാൻ വേണ്ടി അവൾ ഈ ഒരു ഓൺലൈനിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പൊ അതില് ഒരു ന്യൂസ് ചാനലിൽ മാത്രം പ്രത്യേക രീതിയിൽ ആ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കമ്പനിയിലേക്ക് വിളിച്ചിട്ട് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ആ ഒരു റിപ്പോർട്ടർ ഉണ്ടല്ലോ അയാളോട് സംസാരിക്കണമെന്ന് പറയും. അപ്പോഴാണ് അവർ പറയുന്നത് ആ ഒരു റിപ്പോർട്ടർ ജോലിക്ക് അങ്ങനെ വരാറില്ല എന്ന് പറയുന്നത്. ഹീറോയിൻ ആ ഒരു റിപ്പോർട്ടറിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു മനസ്സിലാക്കി അയാൾ വരാറുള്ള ഒരു ബാറിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ തന്നെ ഉണ്ട് ആ ഒരു റിപ്പോർട്ടർ. അപ്പോൾ അവരൊരു ലേഡിയാണ്. ഇപ്പോൾ ഹീറോയിൻ വന്നിട്ട് ആ ഒരു കൊലപാതക കേസിനെ പറ്റി സംസാരിക്കണമെന്ന് പറയുമ്പോൾ അവർ അതിനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ ഹീറോയിൻ പറയും, അതുകൊണ്ടല്ല, ഞാനാണിപ്പോൾ ആ ഒരു വീട് വാങ്ങിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവരിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങാണ്. ഇപ്പൊ ഈ റിപ്പോർട്ടർ ഈ കേസ് അന്വേഷിച്ചത് എങ്ങനെയാന്ന് വെച്ചാല് പോലീസുകാരുടെ രീതിയിലല്ല. ഇപ്പൊ പോലീസുകാർ ആ കേസ് ക്ലോസ് ചെയ്തത് ഭർത്താവ് ഭാര്യയെ കൊന്നിട്ട് ഭർത്താവും സ്വയം വെടിവെച്ച് മരിക്കുമായിരുന്നു എന്നുള്ള രീതിയിലാണ് പോലീസ് ആ ഒരു കേസ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു ന്യൂസിലെ മർഡർ സൂയിസൈഡ് എന്നിട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ റിപ്പോർട്ടർ ആണെങ്കിലോ ആ ഭർത്താവിന്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് അയാളുടെ നാട്ടിലേക്ക് ചെന്ന് അന്വേഷിക്കുമ്പോൾ അയാൾക്ക് ഒരു തോക്ക് പോലും പിടിക്കാൻ അറിയത്തില്ല എന്നവർ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ തന്റെ ഭാര്യനെ ഷൂട്ട് ചെയ്യണം, അതേപോലെ തന്നെ അയാളും സ്വയം ഷൂട്ട് ചെയ്യണം, ഇതൊക്കെ നടക്കുമെന്ന് അവർക്ക് സംശയമായി. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിലും തോക്ക് പോലും പിടിക്കാൻ അറിയാത്ത അയാൾ എന്തുകൊണ്ട് തോക്ക് വീട്ടിലേക്ക് വാങ്ങണം? അതന്വേഷിച്ച് ആ ഒരു തോക്കിന്റെ മോഡൽ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ ഒരു തോക്ക് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് സത്യത്തില് അതൊരിക്കലും അയാൾ വാങ്ങിയ തോക്കല്ല, അത് വേറെ ആരുടെ തോക്കാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവ് ഒരിക്കലും ഭാര്യയെ ഷൂട്ട് ചെയ്തിട്ടില്ല, അയാൾ ഒരിക്കലും സൂയിസൈഡും ചെയ്തിട്ടില്ല. അവര് രണ്ടുപേരെയും കൊന്നത് വേറെ ആരോ ആണ്. അതറിയാൻ വേണ്ടി ഞാൻ അവർ അയൽക്കാരുണ്ടല്ലോ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാൻ തുടങ്ങി. അതിൽ ഒരേ ഒരാളെ മാത്രമാണ് എനിക്ക് സംശയം ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, സ്റ്റീവൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അയാൾ തന്നെയാണ്. അയാളെയാണ് ഞാൻ ആദ്യം സംശയിച്ചത്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അയാൾ ഒരിക്കലും ഒരു മോശപ്പെട്ട ആളല്ല, ഒരു നല്ല വ്യക്തി തന്നെയാണ്. മിലിറ്ററിയിൽ ഉണ്ടായതുകൊണ്ട് അയാൾ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുന്നേ ഉള്ളൂ എന്ന് ഈ ഒരു റിപ്പോർട്ടർ പറയുമ്പോഴത്തേക്കും അത് മാത്രം ഹീറോയിൻ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഹീറോയിൻ പറയുന്നത് മരിച്ചുപോയ ആ ഒരു കപ്പിൾസും സ്റ്റീവനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നാണ് ഹീറോയിൻ പറയുന്നത്. അവിടെയാണ് ആ ഒരു റിപ്പോർട്ടർ അടുത്തൊരു ടെസ്റ്റ് പറയുന്നത് വേറൊന്നുമില്ല, മരിച്ചുപോയ ആ ഒരു ലേഡിക്ക് അതേ തെരുവിലുള്ള ഒരാളായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഒരാളാരാണെന്നറിയോ? അത് ഡേവിഡ് ആണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹീറോയിൻ ഈ പേര് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഷോക്ക് ആവുന്നു. കാരണം ഇത്രയും നാളെ ഹീറോയിൻ വിചാരിച്ചിരുന്നത് അവനൊരു നല്ല ആളാണെന്നാണ്. ഇപ്പോൾ രണ്ടുപേരെ കൊന്ന ആ ഒരു കേസിൽ അവനെയും ഈ റിപ്പോർട്ടർ സംശയിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ തന്നെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഹീറോയിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ഹീറോയിന് കൂട്ടായിട്ട് അവളുടെ സഹോദരി വരുന്നുണ്ട്. അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം സഹോദരിയോട് പറഞ്ഞിട്ട് ശരി ഈ വീട് ഇപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ സഹോദരി പറയും, ഇല്ല ഇപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നഷ്ടമായിരിക്കും, അതുകൊണ്ട് ഈ വീട് ഇപ്പോൾ വിൽക്കണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് ഹീറോയിന് അത്ര സന്തോഷമില്ല. കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു വീട് മാറിപ്പോണം, അതാണ് ഹീറോയിന്റെ മനസ്സിൽ. അപ്പോൾ ആ ഒരു സഹോദരി ഈ ഏരിയയിലുള്ള മറ്റു വീടുകളെല്ലാം ഏത് റേറ്റാണ് പോകുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, അങ്ങനെയാണെങ്കിൽ ഡേവിഡിന്റെ വീടൊന്ന് നോക്ക് എന്ന് പറയുമ്പോഴത്തേക്കാണ് വീണ്ടും ഒരു ടെസ്റ്റ്. എന്താന്ന് വെച്ചാല് ഡേവിഡ് ഇപ്പൊ താമസിക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ അത് ഡേവിഡിന്റെ പേരിലോ അല്ല, അവന്റെ ഭാര്യയുടെ പേരിലോ അല്ല, വേറെ ഏതോ ഒരു സ്ത്രീയുടെ പേരിലാണ്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഷെൽവി, ഹീറോയിൻ, അവളുടെ സഹോദരി ഇവർ മൂന്നുപേര് ഗാർഡനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത്, ഇതുപോലെ ഡേവിഡ് താമസിക്കുന്ന ആ ഒരു വീട് ഒരിക്കലും അവന്റെ പേരിലല്ല, വേറെ ഏതോ ഒരു ലേഡിയുടെ പേരിലാണല്ലോ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ പേര് പറയുന്നുണ്ട്. അപ്പോഴാണ് ഷെൽവി പറയുന്നത്, അതെ അത് ഡേവിഡിന് മുന്നേ ആ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീയാണ്, പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ആ വീട് വാങ്ങിയെന്നാണ് ഞാൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത്. നീ പറയുമ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് അത് ഡേവിഡിന്റെ പേരിലല്ല, ആ സ്ത്രീയുടെ പേരിൽ തന്നെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ശരി ആ ഒരു സ്ത്രീയുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷെൽവി പറയും, ഇല്ല അവരുടെ നമ്പർ ഇല്ല, പക്ഷെ മറ്റൊരാളുടെ നമ്പർ ഞാൻ തരാം, അവർക്ക് ഈ സ്ത്രീ അറിയാമെന്നും പറഞ്ഞ് ആ നമ്പർ കൊടുക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഉടനെ തന്നെ ആ ഒരാളെ വിളിക്കുന്നു. അപ്പോൾ അവർ പറയും, നമ്പർ ഇപ്പോൾ ഇല്ല, എന്തായാലും അന്വേഷിച്ചിട്ട് ഉടനെ തന്നെ നിങ്ങൾ വിളിച്ച് അറിയിക്കാന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ ഫോണും കട്ട് ചെയ്യും. ഇപ്പോൾ അത് കഴിഞ്ഞുള്ള ഓരോ നിമിഷവും ഹീറോയിൻ ഇതേ കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹീറോയിൻ വീടിന് വെളിയിലിരിക്കുമ്പോൾ ഡേവിഡ് തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ഹീറോയിൻ പതിയെ ഡേവിഡിന്റെ അടുത്തേക്ക് വന്നിട്ട്, അല്ല മുറിവൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച്, അല്ല ഡേവിഡ് നിങ്ങൾ ഈ വീട് എന്ത് വിലയ്ക്കാ വാങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും, അയ്യോ ഞാൻ ഈ വീട് വാങ്ങിയിട്ടില്ല, ലീസിന് അടുത്തേക്കാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും ഷെൽവിയും
ഇത് ഡേവിഡിന്റെ വീടാണെന്ന് അവരായിട്ടാണ് ഗസ് ചെയ്തത്. പക്ഷെ ഒരിക്കലും ഡേവിഡ് പറഞ്ഞിട്ടില്ല അവനായിട്ട് ഈ വീട് വാങ്ങിയെന്ന്. എന്നിട്ടിപ്പോൾ ഡേവിഡ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇന്നലെ നിങ്ങൾ ഗാർഡനിങ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. എന്റെ ഭാര്യയ്ക്കും ഗാർഡനിങ് അത്ര ഇഷ്ടമാണ്. നീ ചെയ്യുന്നത് കാണുമ്പോഴെല്ലാം എനിക്ക് എന്റെ ഭാര്യയാണ് ഓർമ്മ വരുന്നത് എന്നെല്ലാം പറയുമ്പോഴേക്കും നമ്മുടെ ഹീറോയിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അവള് പെട്ടെന്ന് തന്നെ എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവള് വീടിനകത്തേക്ക് വരുന്നു. ഇപ്പോൾ ഡേവിഡിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. അത് ഈ കാലത്തിൽ വേവോ ഇല്ലേന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയാവുന്നതും ഹീറോയിൻ ഇപ്പോൾ സോഫയിൽ തന്നെ കിടന്ന് ഉറങ്ങാണ്. ആ സമയത്ത് വീടിന് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അവള് പെട്ടെന്ന് കണ്ണൂർന്ന് നോക്കുമ്പോൾ അവിടെ റിപ്പോർട്ടർ നിൽക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഹീറോയിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല ഈ രാത്രി എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ അന്ന് നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം ഇപ്പോൾ ഹീറോയിനോട് പറയാണ്. അന്ന് ഈ കൊലപാതകത്തിലെ ഡേവിഡിന് എനിക്ക് സംശയം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഡേവിഡിനെ പറ്റി അന്ന് തന്നെ ഞാൻ അന്വേഷിച്ചു. 2 വർഷങ്ങൾക്ക് മുന്നേ ഡേവിഡ് വേറൊരു നാട്ടിലെ ഒരു ഫൈനാൻസ് കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഡേവിഡിന്റെ ഭാര്യ മരിക്കുമായിരുന്നു. അത് അവനെ മെന്റലി ഒരുപാട് ബാധിച്ചു. അതിനുശേഷം ഡേവിഡ് അവന്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന 3 സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറി. അപ്പോഴ് തന്നെ അവർ മാനേജ്മെന്റിനോട് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ കമ്പനിക്ക് അത് മോശം പേരാവുന്നതുകൊണ്ട് ഡേവിഡിനെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുമായിരുന്നു. എന്ന് പറയുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ആലോചിക്കുന്നത്, ഡേവിഡ് പറഞ്ഞൊരു കള്ളം അവർ റിട്ടയർ ആയതല്ല, അവനെ ആ ഒരു ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടതാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഡേവിഡ് ഈ സ്ഥലം വാങ്ങിയതും ഇപ്പോൾ മരിച്ചുപോയ ആ ഒരു സ്ത്രീയായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആരംഭിച്ചതും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഡേവിഡിനെ പറ്റി അറിയൂ എന്ന് അവർ പറയുമ്പോൾ ഹീറോയി ചോദിക്കും, അല്ല ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ ബാക്കി എന്താ കണ്ടുപിടിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഡേവിഡിന് വലിയ വലിയ ആളുകളായിട്ട് കണക്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന അവൻ നിർത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് കൂടുതലായിട്ട് അന്വേഷിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഞാനിത് നിർത്തിയിട്ട് അടുത്തൊരു ജോലിയിലേക്ക് ഞാൻ പോവായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും സംസാരിക്കുമ്പോൾ കുറേ ദൂരം നിന്ന് മാറി ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ത്രീ അവിടെ നിന്ന് പോകുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹീറോയിന്റെ സഹോദരി അവിടേക്ക് വരുന്നു. അതുപോലെ തന്റെ സഹോദരിക്ക് ഇതൊന്നും അറിയണ്ട, നിങ്ങൾ പുറകിലൂടെ പോയിക്കോന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടറിനെ പുറകിലൂടെയാണ് പറഞ്ഞു വിടുന്നത്. ഇപ്പോ സഹോദരി അകത്തേക്ക് കയറി വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഫയലും കാര്യങ്ങളെല്ലാം ഒരു ബോക്സിലേക്ക് മാറ്റുമ്പോഴത്തേക്കും അത് ആ ഒരു സഹോദരി കാണും. കൂടാതെ ടേബിളിൽ 2 കോഫി കപ്പുകൾ ഇരിപ്പുണ്ട്. അതിനെപ്പറ്റി ആ ഒരു സഹോദരി ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, സോറി ഞാൻ ഇത്തിരി ടയർഡാണ്, നമുക്ക് നാളെ സംസാരിച്ചാലോ എന്ന് പറഞ്ഞ് ഹീറോയിൻ റൂമിലേക്ക് പോവാണ്. വേറൊന്നുമല്ല, തന്റെ സഹോദരി അറിഞ്ഞിട്ട് അവൾക്ക് ഒരു ബുദ്ധിമുട്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവളോട് പറയാത്തത്. അങ്ങനെ ഹീറോയിൻ അകത്തേക്ക് പോകുമ്പോൾ തന്നെ ആ സഹോദരി ഡ്രോയർ തുറന്നിട്ട് അതിനകത്തുള്ള ഫയലും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അതിലൂടെ തന്നെ അവൾക്ക് മനസ്സിലായി ഏതോ ഒരു കേസിനെ പറ്റിയാണ് ഹീറോയിൻ അന്വേഷിക്കാൻ പോകുന്നത്. അത് കാണുമ്പോൾ തന്നെ ആ സഹോദരിക്ക് മനസ്സിലായി അതിൽ ഡേവിഡിന്റെ ഫോട്ടോ ഉണ്ട്, അതേപോലെ തന്നെ ആ ഒരു കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇതെല്ലാം ആ ഒരു സഹോദരിയും കാണുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിപ്പോർട്ടറിനെ കാണിക്കുന്നത് അവരിപ്പോ എപ്പോഴും പോകുന്ന ആ ഒരു ബാറിലേക്ക് പോയിട്ട് നല്ലപോലെ മദ്യവെച്ച് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഹീറോയിന്റെ വീട്ടിൽ വന്ന ആ ഒരു തടിയുള്ള ഒരാളുണ്ടല്ലോ, അയാള് ഈ ഒരു റിപ്പോർട്ടറിന്റെ പുറകെ പോകുന്നു. അതോടെ ആ ഒരു സീൻ കട്ട് ചെയ്തു. റിപ്പോർട്ടറിന് പിന്നീട് എന്താണ് സംഭവിച്ചത് നമുക്കറിയത്തില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ ഷെൽബിയെ കാണാനായിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴേ ഹീറോയിന്റെ സഹോദരി ഓഫീസിൽ പോകാനായിട്ട് റെഡി ആവുന്നു. അങ്ങനെ ഹീറോയിൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും ആ സഹോദരി ഹീറോയിൻ പോയതിനു ശേഷമാണ് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ വെളിയിൽ വന്നിട്ട് ഇപ്പോൾ ദൂരെ നിൽക്കുന്ന ഡേവിഡിനെ കാണുമ്പോൾ സത്യത്തിൽ ഹീറോയിൻ പല കാര്യങ്ങളും അവളുടെ സഹോദരിയോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഡേവിഡ് കാരണം തന്റെ സഹോദരിക്ക് ഒന്നും സംഭവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അവൾക്ക് ഒരു വിഷമവും വരണ്ടെന്ന് വിചാരിച്ച് ആ സഹോദരി നേരെ ഡേവിഡിന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, പ്ലീസ് നിങ്ങൾ ഇനി എന്റെ സഹോദരിയോട് മിണ്ടാനായിട്ട് പോകരുത്, അവളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കണം. എന്തുകൊണ്ടാണെന്നൊന്നും പറയുന്നില്ല, അവനും എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നതുമില്ല, ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ സഹോദരി അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഡേവിഡ് പറയും, അതെ ഒരു നിമിഷം നിൽക്കോ, നിങ്ങളുടെ സഹോദരിയുടെ ചില കാര്യങ്ങൾ എന്റെ വീട്ടിലുണ്ട്, അതോടെ ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിന്റെ സഹോദരി ആ വീടിനകത്തേക്ക് പോകുന്നുണ്ട്. അവൻ ആ ഒരു ഷട്ടർ ക്ലോസ് ചെയ്യുന്നതും ഈ സീൻ ഇവിടെ വെച്ച് കട്ടാവുകയാണ്. അതേസമയം ഇവിടെ ടൗണിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ഷെൽഫിയും രണ്ടുപേരും ഒരു റെസ്റ്റോറന്റിലിരുന്ന് കോഫിയെല്ലാം കുടിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു പോകുമ്പോഴത്തേക്കും ഹീറോയിൻ എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോഴാണ് അവളെ അറ്റാക്ക് ചെയ്ത ആ ഒരു തടിയുണ്ടല്ലോ അയാൾ ഇതിലെ നടന്നു വരുന്നു. ചേട്ടാ ഇവൻ ഇപ്പോഴും ഇവിടെ ചുറ്റി നടക്കുകയാണോ എന്ന് വിചാരിച്ച് ഹീറോയിൻ അവനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവിടേക്ക് ഡേവിഡും വരുന്നുണ്ട്. എന്നിട്ട് അവനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ടാണ് ആ തടിയനോട് ഡേവിഡ് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അയാളുടെ കയ്യിൽ പണമെല്ലാം കൊടുത്തിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഡേവിഡിനെ സഹായിക്കുന്ന അയാളെ നമുക്ക് എന്തായാലും സാം എന്ന് വിളിക്കാം. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാന്നുണ്ടെങ്കിൽ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാമു വന്നതും ഡേവിഡും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതുപോലെ ആ ഒരു റിപ്പോർട്ടർ ഡേവിഡാണ് കൊലയാളി എന്നവർ സംശയിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ അന്നത് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൾക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ നമ്മുടെ റിപ്പോർട്ടർ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും മതിയായിട്ടുള്ള തെളിവുകൾ അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും തെളിവുകൾ കളക്ട് ചെയ്യണം. അതിനുവേണ്ടി ആ ഒരു റിപ്പോർട്ടറിനെ കാണാൻ വേണ്ടി അവർ വരുന്ന ആ ഒരു ബാറിലേക്ക് വന്നിട്ട് റിപ്പോർട്ടർ ഇവിടേക്ക് വന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇല്ല റിപ്പോർട്ടർ ഇതുവരെ വന്നിട്ടില്ല
എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് അത് അറിയത്തില്ല എന്ന് പറയും. അപ്പോഴാണ് ആ ഒരു ബാറിലുള്ള വേറെ രണ്ടുപേര് ഹീറോയിനോട് പറയുന്നത് ഇന്നലെ റിപ്പോർട്ടർ ഒരുപാട് കുടിച്ചിരുന്നു, ഇനിയിപ്പോൾ കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തോ എന്തോ എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറോയിൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് റിപ്പോർട്ടറിന്റെ പേര് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല, അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നാലോചിക്കുമ്പോൾ അടുത്ത ഓപ്ഷൻ എന്താണ്, എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു നോക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മുടെ റിപ്പോർട്ടറിന് ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത്. ഇന്നലെ സാം റിപ്പോർട്ടറിനെ ഫോളോ ചെയ്ത് പോയിരുന്നല്ലോ, അവൻ റിപ്പോർട്ടറെ അറ്റാക്ക് ചെയ്തു. അത് കാരണം റിപ്പോർട്ടർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ റിപ്പോർട്ടറിന്റെ സഹായം എന്തായാലും ഹീറോയിന് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കാറിലേക്ക് കയറി ഇരുന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഡേവിഡ് ആ ഒരു റെസ്റ്റോറൻറ്റ് അടുത്ത് അവനെ കണ്ടല്ലോ. അതുകൊണ്ട് അവൻ എന്തായാലും വീട്ടിലുണ്ടാവത്തില്ല എന്ന് ഹീറോയിൻ അറിയാം. അപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അവനെ വിളിച്ചിട്ട് അല്ല ഡേവിഡ് നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും ഒരു 10-20 മിനിറ്റ് കഴിയുമെന്ന് പറയുമ്പോൾ ഈ ഗ്യാപ്പിൽ ഹീറോയിൻ നേരെ ഡേവിഡിന്റെ വീട്ടിലേക്ക് പോകും. അതുപോലെ അവന്റെ വീടിന്റെ ആ ഒരു പാസ്വേഡ് ഹീറോയിന് നേരത്തെ തന്നെ അറിയാവുന്നത് കൊണ്ട് അങ്ങനെ അത് ഉപയോഗിച്ച് അവളുടെ വീടിനകത്തേക്ക് കയറിയിട്ട് അവനാണ് കൊലയാളിയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെങ്കിലും തെളിവ് അവന്റെ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഹീറോയിൻ അകത്തേക്ക് വന്നത്. ഇപ്പൊ അകത്തേക്ക് കയറിയിട്ട് ഏതോ ഒരു ഫയൽ കണ്ടുപിടിച്ച് അത് തുറന്ന് നോക്കുന്നതും ആഹാ വേറൊന്നുമല്ല, അതിനുള്ളിലെ ഹീറോയിനും അവളുടെ ഭർത്താവായിട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോസ്, കൂടാതെ ഇതിനു മുന്നേ ആ വീട്ടിൽ മരിച്ചൊരു സ്ത്രീ ഉണ്ടല്ലോ, അവര് മരിച്ചു കിടക്കുമ്പോഴത്തേക്കുള്ള ഫോട്ടോസ്, ഇതുകൂടി കാണുമ്പോഴത്തേക്ക് അവൾക്ക് മനസ്സിലായി ഡേവിഡ് തന്നെയാണ് കൊലയാളി. അതേപോലെ തന്നെ ഇപ്പോൾ അവൻ ഫോളോ ചെയ്യുന്നത് തന്നെയാണെന്ന്. പക്ഷെ ഈ തെളിവ് പോരാ, ഇതിലും കൂടുതൽ തെളിവുകൾ കണ്ടുപിടിച്ചേ മതിയാവും. അങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കീ ഹീറോയിന്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ഇതിനു മുന്നേ ഡേവിഡിന്റെ വീട്ടിലേക്ക് ഹീറോയിൻ വരുമ്പോഴത്തേക്കും ആ ബേസ്മെന്റിൽ നിന്നും ഒരു ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടിരുന്നല്ലോ. പക്ഷെ അന്ന് ആ ഒരു ഡോർ തുറക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അതിന്റെ കീ ആയിരിക്കും എന്ന് വിചാരിച്ച് ഹീറോയിൻ ആ ബേസ്മെന്റിന്റെ അടുത്തേക്ക് വന്ന് അവിടുത്തെ ഡോർ തുറക്കുമ്പോഴത്തേക്കും അത് തന്നെയാണ് ആ ഒരു കീ. അങ്ങനെ ആ ഒരു റൂമിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും അതിനകത്ത് ആരും ഞെരുങ്ങുന്നത് പോലെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ഹീറോയിൻ പേടിച്ചു പിടിച്ചാണ് അകത്തേക്ക് പോകുന്നത്. അതുപോലെ ഡേവിഡ് വരാനായിട്ടും സമയമായിട്ടുണ്ട്. അതിനു മുന്നേ എന്തെങ്കിലും തെളിവ് കണ്ടുപിടിച്ചേ മതിയാവും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ ഫോണിലേക്ക് ഒരാൾ മെസ്സേജ് അയക്കുന്നു. എന്താന്ന് വെച്ചാല് ഡേവിഡിന്റെ ഇതിനു മുന്നേ ഹീറോയിൻ ഒരാളെ വിളിച്ചിട്ട് ഡേവിഡ് വാങ്ങിയ ഒരു വീട്ടിലെ ഓണറിന്റെ ആ ഒരു നമ്പർ ചോദിച്ചിരുന്നല്ലോ, അയാളാണ് അവരുടെ നമ്പർ ഹീറോയിൻ അയച്ചിട്ടുള്ളത്. അങ്ങനെ ഹീറോയിൻ ഉടനെ തന്നെ ആ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യുന്നതും അടുത്ത റൂമിൽ നിന്നാണ് ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. ഇപ്പോൾ പേടിച്ച് അടുത്തുള്ള ആ ഒരു റൂമിനകത്തേക്ക് ചെന്നിട്ട് ഒരു പെട്ടിക്കുള്ളിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഏത് നമ്പറിലേക്കാണോ വിളിച്ചത് ആ ഒരു ഫോൺ ഇതിനകത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിലേ ഈ വീട്ടിലെ ഓണറിനെ ഡേവിഡ് എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഹേടാ ഡേവിഡ് മോനെ, ഇതൊരിക്കലും പ്രതീക്ഷില്ല. അല്ല, നേരത്തെ പ്രതീക്ഷിച്ചതാണ്, എന്നാലും ഹീറോയിൻ അത് പ്രതീക്ഷിച്ചില്ല. സത്യത്തിലെ അവരിവിടെ ഇല്ല, യൂറോപ്പിലേക്ക് പോയേക്കാണ് എന്നാണ് ഡേവിഡ് എല്ലാവരോടും പറഞ്ഞത്. എന്നിട്ട് അവരുടെ ഫോണും ഓൺ ചെയ്തു വെച്ചു. അങ്ങനെയാണെങ്കിൽ ആർക്കും സംശയം വരത്തില്ല. അങ്ങനെ അതുകൂടി കണ്ടിട്ട് അടുത്തൊരു വലിയ ഫ്രീസർ ഉണ്ട്. അത് വന്ന് ഹീറോയിൻ തുറന്നു നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം കണ്ട് ഹീറോയിൻ ഷോക്ക് ആവുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. വേറൊന്നും ആയിരിക്കത്തില്ല, ആ ഒരു വീട്ടിലെ ഓണർ ഉണ്ടല്ലോ അവരുടെ ഡെഡ് ബോഡി ആയിരിക്കാം. ഇപ്പൊ ഈ കഥയിൽ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ എനിക്കുള്ളൊരു ടെൻഷൻ എന്താണെന്നറിയോ, ഹീറോയിന്റെ സഹോദരി ഈ വീടിനകത്തേക്ക് പോയിട്ട് ഒരിക്കലും പുറത്തേക്ക് പോയിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ടെൻഷൻ. അപ്പോഴാണ് വീണ്ടും ആരോ ചെറിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നത്. നേരത്തെ കേട്ടിരുന്നല്ലോ, അതേ ശബ്ദം പിന്നെയും കേൾക്കുമ്പോൾ അടുത്തുള്ള ആ ഒരു റൂം തുറക്കുന്നതും അതിനകത്ത് ഹീറോയിന്റെ സഹോദരി ആരെ മയക്കത്തിൽ കിടക്കാണ്. ഓക്കെ, ഭാഗ്യം, എന്തായാലും സഹോദരി അവൻ കൊന്നിട്ടില്ല. ഇപ്പോഴാണ് ആ ഒരു ടെൻഷൻ ഒന്ന് മാറിയത്. അങ്ങനെ എന്തായാലും സഹോദരിയെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് ഹീറോയിൻ സഹോദരിയെ എടുത്ത് നേരെ മുകളിലേക്ക് പോവാണ്. അങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ ഡേവിഡ് കറക്റ്റ് ഈ ഒരു തെരുവിലെത്തി. എന്നിട്ട് അവൻ കാർ കൊണ്ടുവന്ന ആ ഒരു കാർ ഷെഡിനകത്തേക്ക് ഈ ഷെഡ് തുറന്ന് അവനകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഗ്യാപ്പിൽ ഹീറോയിൻ മുൻവശത്തെ ആ ഒരു ഡോർ ഉണ്ടല്ലോ അതും തുറന്ന് സഹോദരിയെ നേരെ വെളിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഡേവിഡ് അകത്തേക്ക് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ അവന് മനസ്സിലായി വീടിനകത്ത് ആരോ കയറിയിട്ടുണ്ടെന്ന്. അതുമല്ല ബേസ്മെന്റിലും ആരോ പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹീറോയിന്റെ സഹോദരി ഇവിടെയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി ഡേവിഡ് നേരെ ഹീറോയിന്റെ വീട്ടിലേക്ക് വരും. അതേസമയം ഹീറോയിൻ ആണെങ്കിലോ സഹോദരിയെ സോഫയിൽ കിടത്തിയിട്ട് അവള് പോലീസിനെ വിളിക്കാൻ പോവാണ്. ആ സമയത്ത് ഡേവിഡ് അകത്തേക്ക് വരുന്ന ആ ഒരു ശബ്ദം കേട്ട് ഹീറോയിൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറിയങ്ങ് വിളിക്കും. പക്ഷേ ഓടിപ്പോകുന്ന ആ ഒരു സമയത്ത് അവളുടെ ഫോണ് വെളിയിലായിപ്പോയി, അതെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഡേവിഡ് ആ ഒരു ഡോർ ഇടിച്ച് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അത് കഴിയുന്നില്ല. അങ്ങനെ അവനൊരു കമ്പിയെല്ലാം കൊണ്ടുവന്നിട്ട് ഇടിച്ച് പൊളിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഹീറോയിന്റെ ഭർത്താവ് വീടിനകത്തേക്ക് കയറി വരികയാണ്. അതുപോലെ ഹീറോയിന്റെ സഹോദരി ഈ മയക്കത്തിൽ കിടക്കുന്നത് കണ്ട് അവനും ടെൻഷനായി. അകത്തേക്ക് വരുമ്പോൾ ഡേവിഡ് വന്നിട്ട് അവനൊരു ഒറ്റ ഇടി. ആദ്യ ഇടിയിൽ തന്നെ ആ മണ്ടൻ
ബോധമില്ലാതെ താഴെ വീണു. സ്റ്റാർട്ടിങ് മുതലേ ഈ ഒരു ക്യാരക്ടറിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇതുപോലെ അടികൊള്ളാൻ ഒരു ക്യാരക്ടറാണെന്ന് ആദ്യം മുതൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ ഇനി ബാക്കിയുള്ളത് ഹീറോയും മാത്രമാണ്. അങ്ങനെ ഡേവിഡ് തിരിച്ചു വന്നിട്ട് ആ ഒരു ഡോർ എങ്ങനെയെങ്കിലും തുറന്ന് അകത്തേക്ക് വരുമ്പോൾ അവള് മറ്റൊരു വഴിയെ നേരെ മെയിൻ ഹാളിലേക്ക് വരും. പക്ഷെ അവിടെ വന്നിട്ടും രക്ഷയില്ല. കാരണം നമ്മുടെ ഡേവിഡ് വന്നിട്ട് ഹീറോയിനെ പിടിക്കും. എന്നിട്ടാണ് ഹീറോയിനോട് പറയുന്നത്, നിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയോ, നിന്നെ കാണുമ്പോൾ നീ എന്റെ ഭാര്യയെ പോലെയാണ് എന്ന് പറയുന്നതും ഹീറോയും പറയും, അതിന് ഞാൻ നിന്റെ ഭാര്യ അല്ലടാന്ന് പറയുമ്പോൾ അവന് ദേഷ്യം വന്നിട്ട് അവൻ പെട്ടെന്ന് അവളോട് പറയുന്നുണ്ട്, ഇതുപോലെയാണ് ഇതിനു മുന്നേ മരിച്ച ആ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞത്. പക്ഷെ അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയാലോ. അവിടെയാണ് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഹീറോയിനും മനസ്സിലാവുന്നത്. 2 വർഷങ്ങൾക്ക് മുന്നേ ഡേവിഡിന്റെ ഭാര്യ മരിച്ചത് അവനൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അത് മാനസികമായിട്ട് അവനെ ഒരുപാട് തളർത്തി. സത്യത്തില് ഡേവിഡ് നോർമൽ ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വെറുതെ വിടുന്നുണ്ടെങ്കിലും ഒരിക്കലും അവൻ നോർമൽ അല്ല. ഓഫീസിലുള്ള ഓരോ സ്ത്രീകളെ കാണുമ്പോഴും അവൻ അവന്റെ ഭാര്യയെ പോലെ തോന്നിയിട്ടാണ് അവരോട് മോശമായിട്ട് പെരുമാറുന്നത്. അതുകൊണ്ട് അവിടുത്തെ ജോലി അവന് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഇപ്പൊ അവൻ താമസിക്കുന്ന ആ ഒരു വീട്ടിലെ ഓണറുമായിട്ട് അവൻ കുറച്ച് അടുപ്പത്തിലായിട്ട് അവരെയും തന്റെ ഭാര്യയെ പോലെ വിചാരിച്ച് അവസാനം അവരെ അവൻ കൊന്നു. കാരണം ഈ സ്ത്രീകൾക്ക് ഇവന് ഭ്രാന്താണെന്ന് അറിയുമ്പോഴത്തേക്കും അവര് പിന്നെ അവരോട് നിൽക്കത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോഴാണ് അവൻ അവരെ കൊല്ലുന്നത്. അതുകൊണ്ട് ആ ഒരു ഓണറിനെ കൊന്ന് ഫ്രീസറിനകത്താക്കി. അത് കഴിഞ്ഞ് ഹീറോയിൻ താമസിക്കുന്ന ഈ വീട്ടിലെ ലേഡിയായിട്ടും അവൻ അതുപോലെ തന്നെ പഴകിയിട്ട് തന്റെ ഭാര്യയാണെന്ന് വിചാരിച്ച് അവരോടും അടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവരും എങ്ങനെ സത്യം മനസ്സിലായി കാണും. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവരെയും കൊന്നു. അവരുള്ള സമയത്ത് അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭർത്താവിനെ കൊന്നു. എന്നിട്ട് ആ ഒരു കുറ്റമാണെങ്കിലോ ആ ഭർത്താവിന്റെ മേളിലിട്ടു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇതേ വീട്ടിൽ താമസിക്കാൻ വരുമ്പോഴത്തേക്കും അവളെയും കണ്ടിട്ട് തന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് അവളോടും അതുപോലെ അടുക്കാൻ തുടങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിനെ ഒളിച്ചിരുന്ന് വാച്ച് ചെയ്യുന്നു. അതേപോലെ അവളോട് കുറച്ച് ക്ലോസ് ആയിട്ട് പഴകാൻ വേണ്ടിയിട്ടാണ് ആ സാം ഉണ്ടല്ലോ അയാളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ഇതുപോലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതില് ഹീറോയിനെ രക്ഷിക്കുന്നെന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് വന്ന് അവളോട് അടുപ്പം സൃഷ്ടിക്കുക. അതിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അത് കഴിഞ്ഞ് ആ ഒരു റിപ്പോർട്ടർ ഇടയിൽ വന്നു. അതുകൊണ്ട് ഇവന്റെ കേസാണ് അന്വേഷിക്കുന്നത് ആ ഒരു റിപ്പോർട്ടർ എന്നുള്ള കാര്യം ഇവന് നേരത്തെ അറിയാം. ഇപ്പൊ ഹീറോയിൻ അത് മനസ്സിലാക്കുന്നു മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് അവൻ ആ ഒരു റിപ്പോർട്ടറിന് പണി കൊടുക്കുന്നത്. അതുപോലെ ഹീറോയിനായിട്ട് ഇവൻ ചേരുന്നതിന് അടുത്ത തടസ്സമാരാണ് ഹീറോയിന്റെ സഹോദരി. അതുകൊണ്ടാണ് അവളെയും കൊല്ലാനായിട്ട് ഇവൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ഈ പ്ലാൻ എല്ലാം പൊളിഞ്ഞു. ഇപ്പൊ സത്യങ്ങളെല്ലാം ഹീറോയിന് മനസ്സിലായി. പക്ഷേ ഹീറോയിൻ ഇപ്പോ തന്നോട് ഒത്തുപോകത്തില്ല എന്ന് മനസ്സിലാക്കിയ ഡേവിഡ് ഹീറോയിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവിടെയാണ് അടുത്ത ടെസ്റ്റ്. നമ്മുടെ മിലിറ്ററിക്കാരൻ സ്റ്റീവൻ ഉണ്ടല്ലോ അവൻ ഇപ്പോ അകത്തേക്ക് വന്ന് ഡേവിഡിനെ അടിച്ചങ്ങ് താഴെക്കിടും. അങ്ങനെ ഡേവിഡിന്റെ ബോധം പോയിട്ട് അവൻ താഴെ വീഴുന്നതും കുറച്ച് കഴിയുമ്പോൾ പോലീസിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡേവിഡിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അതോടെ ഹീറോയിനും അവളുടെ ഭർത്താവും ഇതേ വീട്ടിൽ തന്നെ വീണ്ടും താമസിക്കാൻ തുടങ്ങാണ്. ഇപ്പോ അവളുടെ അയൽക്കാരും സ്റ്റീവനും എല്ലാവരും നല്ല സുഹൃത്തുക്കളായി ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാൻ. അതുവരയ്ക്കും ബൈ.